പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു നിഷ്കാമകർമ്മിയായ താപസനെ പോലെ സെക്രട്ടേറിയറ്റിലിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓരോ ചെറിയ ചലനവും ആ സമയത്തൊക്കെ ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയത മറ്റൊരു സമ്പ്രദായത്തിലാണ് ജനങ്ങൾ കാണുന്നത്. അത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് മനസ്സിലാകുന്ന ജനകീയതയാണ്. മുഖ്യമന്ത്രിയുടെ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാകണം എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. അത് ഉമ്മൻചാണ്ടിയും ഒരളവ് വരെ കരുണാകരനുമൊക്കെ കൊണ്ടു നടന്നൊരു ശൈലിയാണ്. അതുകൊണ്ട് പിണറായിയുടെ ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവുകയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന് അദ്ദേഹം അപ്രാപ്യനായി ഭവിച്ചേക്കാം എന്നുള്ളത് അതിൽ തന്നെ ഒരു പോരായ്മയല്ല. ആൾക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം തിരിച്ചറിയുമോ എന്നുള്ളതാണ് പ്രധാനം. അതിന് പിണറായിക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിണറായിയെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊരു കാര്യം ചെയ്യാൻ ഒക്കില്ല എന്നറിയാമല്ലോ. പക്ഷേ പിണറായി പഠിച്ചേ ചെയ്യൂ. അങ്ങനെ വരുമ്പോൾ അതിനൊരു ധൈര്യം വേണ്ടേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തീരുമാനം പിണറായിയുടെ മന്ത്രിസഭയാണ് എടുക്കുന്നതെങ്കിൽ, പിണറായി ആലോചിച്ച് ഉറച്ച തീരുമാനമാണെങ്കിൽ ആ തീരുമാനം നടപ്പാക്കിയിരിക്കും. അതിനെ എതിർക്കുന്ന ആളുകളെ അതിൻ്റെ നന്മകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കും. ഇതാണ് പിണറായി വിജയൻ എന്ന സംഘടനാ തലവൻ. ഒരിക്കലും ആൾക്കൂട്ടത്തിന്റെ നേതാവല്ല. പൊതുമനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അവിടുന്ന് ഉണ്ടാകാറില്ല. മറിച്ച് പാർട്ടി കേഡറിൽ ഇല്ലാത്തവർക്ക് അഹങ്കാരമെന്നും ധാർഷ്ട്യമെന്നും കാർക്കശ്യമെന്നും തോന്നുന്ന ഭാഷ, ആകർഷണീയമായ പ്രസംഗശൈലി ഇല്ല. ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കുന്ന തനിമയോ ശൈലിയോ ഇല്ല. ആരോടും മുഖം മുറിഞ്ഞു സംസാരിക്കാൻ മടിക്കാത്ത നേതാവ്. അതുകൊണ്ടുതന്നെ പ്രീണനത്തിന്റെ വക്താവായി പിണറായി വിജയൻ ഒരിക്കലും വിശേഷിപ്പിക്കപ്പെട്ടില്ല. KSFന്റെ അധ്യക്ഷൻ, KSYFന്റെ അധ്യക്ഷൻ, 24-ാം വയസ്സിൽ പാർട്ടി കാർഡ്, അടിയന്തരാവസ്ഥ കാലത്ത് MLA ആയിരുന്നിട്ടുകൂടി ഏറ്റ ഭീകരമായ പോലീസ് മർദ്ദനം, RSS ജനസംഘം പ്രവർത്തകരോടും ബീഡിക്കമ്പനി മുതലാളിമാരോടുമൊക്കെ വലിയ പോരടിച്ച് തലശ്ശേരിയിൽ പാർട്ടി വളർത്തിയ സഖാവിന് പിന്നീടുള്ളതൊക്കെ ചെറിയ അനുഭവങ്ങൾ മാത്രം. എല്ലാം ശരിയാകും എന്നു വാക്കു പറയുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൽ എല്ലാം ശരിയാക്കേണ്ടത് പിണറായി വിജയനാണ് എന്ന് CPM തീരുമാനിച്ചിരിക്കുന്നു.